ഡയമണ്ട് ആഭരണങ്ങളുടെ വിസ്മയമൊരുക്കി പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു ഓണം ഡയമണ്ട് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 10 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ 40% വരെ ഡിസ്കൗണ്ട്. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടിൽ. കൂടാതെ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും. വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ. ഓലിങ്കര ഫ്ളാറ്റ് സമുച്ചയത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുക, തെരുവ് നായ ശല്യത്തിന് പരിഹാരം കാണുക, തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെരിന്തൽമണ്ണ നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫറൂഖ് സമരം ഉദ്ഘാടനം ചെയ്തു. താക്കീതായി പറയുന്നു UDF സിന്ദാബാദ്, UDF സിന്ദാബാദ്, UDF സിന്ദാബാദ്, UDF സിന്ദാബാദ്. കൗൺസിലർ സമരം. പെരിന്തൽമണ്ണ നഗരസഭയിൽ 20% തെരുവ് വിളക്കുകൾ കത്താതെ ജനങ്ങൾ ദുരിതപൂർണമായ ജീവിതമാണ് നയിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പെരിന്തൽമണ്ണ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം വാർത്തയായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിന് അടിയന്തര പരിഹാരമുണ്ടാകണമെന്നും തകർന്ന റോഡുകൾ റീടാർ ചെയ്ത് സഞ്ചാര യോഗ്യമാക്കണമെന്നും ഒലിങ്കര ഫ്ളാറ്റ് സമുച്ചയത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടാണ് നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ ഓഫീസിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. പ്രതിഷേധം അക്ഷരാർത്ഥത്തിൽ ഉപരോധ സമരമായി മാറി. നഗരസഭ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയിലെ നഗരസഭയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചതാണ്. ഈ നഗരത്തിന്റെ ഉള്ളിലെല്ലാ പ്രദേശങ്ങളിലും തെരുവ് നായ്ക്കളുടെ ശല്യം ഭീകരമായ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ CCTV ഓരോ വീടിൻ്റെ മരത്തെ CCTV പരിശോധിച്ചാൽ അതിൽ ഈ തെരുവ് നായ്ക്കളുടെ ശല്യം, ഈ സ്കൂൾ വിദ്യാർത്ഥികൾ, മദ്രസയിൽ പോകുന്ന വിദ്യാർത്ഥികൾ, അവരൊക്കെ ഈ തെരുവ് നായ്ക്കൾ കടിച്ച് പറിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്ന നിത്യേനയെന്നോണം ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജുകളിലും ഈ നഗരസഭയിലെ പട്ടി ശല്യം കൊണ്ട് വിദ്യാർത്ഥികൾ വലിയ ദുരിതമേറിയ ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. അതിനു പോലും ഒരു പരിഹാരം കാണാൻ ഈ നഗരസഭ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ ഒരു സാഹചര്യം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഫ്ലാറ്റ് സമുച്ചയം എന്നൊക്കെ കുട്ടി ആഘോഷിച്ച് ഇന്നും വലിയ അഭിമാനത്തോടു കൂടി ആ ഒരു പത്രക്കാരുടെ മുന്നിലും കൗൺസിലും വിളിച്ചു പറയുന്ന ആ അഭിമാന പദ്ധതിയായ ഫ്ലാറ്റ് സമുച്ചയം, അവിടെ 200-ൽ പരം കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്നു. ഏകദേശം 1000-ൽ പരം കുടുംബങ്ങൾ അവിടെ തിങ്ങി താമസിക്കുന്ന ആ ഫ്ലാറ്റ് സമുച്ചയത്തിൽ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അവർക്ക് വേണ്ട കുടിവെള്ളം ഒരുക്കാൻ, അവർക്ക് വേണ്ട മാലിന്യ സംസ്കരണം ഒരുക്കാൻ ഒന്നും വേണ്ട. അവരുപയോഗിക്കുന്ന വേസ്റ്റുകൾ അവിടെ കക്കൂസ് ടാങ്കിൽ നിന്ന് പൊട്ടിയൊലിച്ചുകൊണ്ട് അവർക്കൊന്ന് സുഖസുന്ദരമായി ഒന്ന് നടന്നു പോകാൻ പോലും, അങ്ങാടിയിലേക്ക് പോകാനും കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പോകാനും അവർക്ക് തിരിച്ച് അവിടെ ഫ്ലാറ്റിലേക്ക് വരാനും കഴിയാത്ത ദുരിതം പേറിയ ഒരു ദുരിതപൂർണമായ സാഹചര്യത്തിലാണ് അവിടെ 200-ൽ പരം കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്നത്. കഴിഞ്ഞ ഒട്ടനവധി കാലമായി അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ കൗൺസിലർമാർ ഒട്ടനവധി സമരം നടത്തി. ബഹുമാനപ്പെട്ട MLA-യുടെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കൊക്കെ ഒട്ടനവധി പരാതി കൊടുത്തു. അതിൻ്റെ ഭാഗമായി അവിടെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ജനങ്ങൾ ആ പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഞങ്ങൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട്, അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വലിയ തോതിൽ അവിടെ കൊട്ടിയാഘോഷിച്ച് ഉദ്ഘാടനം നടത്തി വർക്ക് തുടങ്ങി. ഏകദേശം 6 മാസം പിന്നിട്ടു. അത് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ ഈ ഭരണസമിതിക്ക് പിടിപ്പുകേട് കൊണ്ട് അവിടെ അത് തുടക്കം കുറിച്ച് അതേപോലെ നിലനിൽക്കുന്നതിനപ്പുറത്തേക്ക് ഇന്നൊരു പൊടി മണ്ണ് പോലും ഇടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നഗരസഭാ കൗൺസിലർ പത്തത്ത് ജാഫർ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ മുഹമ്മദ് സുനിൽ, താമരത്ത് സലീം, ജിതേഷ്, തസ്നീമ ഫിറോസ്, തസ്നീം അക്ബർ, കൃഷ്ണപ്രിയ, ശ്രീജിഷ, നിഷ സുബൈർ, ഹുസൈൻ റിയാസ്, സജന ഷൈജൽ എന്നിവർ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.